PSC നിയമന വിവാദത്തിൽ നടപടികളിലേക്ക് സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. നാളെ നിർണായകമായ PSC യോഗം. ചെയർമാന്റെ ഡ്രൈവറുടെ ഭാര്യയെ നിയമിച്ചതും പിൻവാതിൽ വഴിയെന്ന ആരോപണം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ പിണറായിക്ക് CPIയുടെ മറുപടി. ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല. ഇടതു പാർട്ടികൾക്ക് കീഴ്വഴക്കങ്ങൾ മാറ്റിയ പാരമ്പര്യമെന്ന് PP സുനീർ. CPI ഉന്നയിച്ചതൊക്കെ ശരിയെന്ന് പിന്നീട് ബോധ്യമായിട്ടുണ്ടെന്നും അസിസ്റ്റന്റ് സെക്രട്ടറി. അൻസിബയുടെ പരാതിയിൽ കോടതിയുടെ ഇടപെടൽ. ലക്ഷ്മി പ്രിയയ്ക്കും ഭർത്താവിനും SIക്കുമെതിരെ കേസെടുക്കണമെന്ന് തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി. പോരാട്ടം പവർ ഗ്രൂപ്പിനെതിരെയെന്ന് ശ്വേത മേനോൻ. തന്റെ കൈവശമുള്ള ആനക്കൊമ്പിന്റെ വിവരങ്ങൾ വനം വകുപ്പിന് കൈമാറി മോഹൻലാൽ. വീട്ടിൽ ശേഖരിച്ച് DFO. താരത്തിന്റെ കൈവശം 2 ജോഡി ആനക്കൊമ്പുകളും 13 കരകൗശല വസ്തുക്കളും. പത്തനംതിട്ടയിൽ 13കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവ്. വൈദ്യപരിശോധനയിൽ ലൈംഗിക അതിക്രമം നടന്നിട്ടില്ലെന്ന് തെളിഞ്ഞു. പരിശോധനാ ഫലത്തിന് പിന്നാലെ മൊഴി മാറ്റി പെൺകുട്ടി. തിരുവനന്തപുരം ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആക്രമണം. CIയുടെ തല കസേര കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. കുളപ്പട സ്വദേശി യദു പോലീസ് കസ്റ്റഡി. പകർച്ചവ്യാധി ഭീഷണിയിൽ തിരുവനന്തപുരം. നഗരത്തിലും ദേശീയപാതയിലും ജലസ്രോതസ്സുകളിലും വൻ മാലിന്യ ശേഖരണം. ശുചീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിൽ. ഖമനേയിക്ക് വിട നൽകാൻ ഇറാൻ. ഇന്ന് വൈകിട്ട് ടെഹ്റാനിൽ പൊതുദർശനം. നാളെ വിലാപയാത്രയായി ഖോമിലേക്ക്. ചടങ്ങുകൾക്കിടയിലും ഇറാനെ പരിഹസിച്ച് ട്രംപ്. സംസ്കാരത്തിന് ഒത്തുചേരുമ്പോൾ എല്ലാവരെയും ഒറ്റ ഷോട്ടിന് തീർക്കാൻ കഴിയുമെന്ന് ട്രംപ്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിൽ നിന്ന് അഗ്നിപരീക്ഷ. എതിരാളികൾ നോർവേ. മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പരാഗ്വയെ തകർത്ത് ഫ്രാൻസ്. ക്വാർട്ടറിൽ കാനഡയെ കീഴടക്കി മൊറോക്കോ.